സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഓം അവിദ്യാനാമന്തസ്തിമിരമിഹിരദ്വീപനഗരീ ജഡാനാം ചൈതന്യസ്തപകമകരന്ദശ്രുതിജരീം ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാമുദീപവരാഹസ്യ ഭവതി. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സുകരുണാം വിധിസ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വം ഇതി അഹം തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യ പദവീം മുകുന്ദബ്രഹ്മേന്ദ്രസ്ഫുടമുകുടനീരാജിതപദാം. നമ്മൾ കഴിഞ്ഞ ദിവസം 47 ശ്ലോകം വരെയാണ് നോക്കിയത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് അഹസ്സൂതേ സഭ്യം തവനയനം അർക്കാത്മകതയാ പ്രിയാമം വാമം തേ സൃജതി രജനീനായകതയാ തൃതീയാ തേ ദൃഷ്ടി ദരദലിത ഹേമാം വിചാരിച്ച്. സ്വാമിജി ഒരു സംശയം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. കഴിഞ്ഞ പ്രാവശ്യം 47 അല്ല 53 വരെ 52 വരെ എത്തി. 52 കഴിഞ്ഞു. 52 കഴിഞ്ഞോ? അതെ, ഇനി 53 മുതലേ വേണ്ട. ശിവേശൃംഗാര ഗതേ കർണാഭ്യർണം വരെ അല്ലേ? അതെ അതെ അതെ, അത് കഴിഞ്ഞു. അതെ, ആയിക്കോട്ടെ, സന്തോഷം. എനിക്ക് ഓർമ്മയില്ലേ, ഞാൻ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, സാരില്ല, കുഴപ്പമില്ല. ഓക്കെ സ്വാമി. ഇനി 53-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. വിഭക്ത ത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രതൃതീയമിതം ഈശാനദൈതേ പുനഃസ്രഷ്ടും ദേവാൻ ദ്രുഹിണ ഹരിരുദ്രാൻ ഉപരതാൻ രജസത്വം വിഭ്രത്തമൈതി ഗുണാനാം ത്രയമിവ. നമ്മൾ ഇവിടെ കടാക്ഷം അതിനെ പറ്റിയിട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന എന്ന് ഒറ്റ വരിയിൽ അതിനെ സഹസ്രനാമത്തിൽ ഒതുക്കി. ചലൻ മീനാഭലോചന, ചലിക്കുന്ന കണ്ണുകളോടുകൂടിയവൾ എന്നുള്ളതിന് അനേക അർത്ഥം ധ്വനിക്കുന്ന നവരസങ്ങളും ദേവിയുടെ കണ്ണുകളിൽ കാണപ്പെടുന്നു. എല്ലാ നിമിഷവും ദേവിയുടെ പുരികം ചൊളിഞ്ഞു തന്നെ ഇരിക്കുന്നു. എന്താ കാരണം വെച്ചാൽ ഭുവന ഭയഭംഗ വ്യസനിനി, ലോകത്തുള്ള ഓരോരുത്തരും തൻ്റെ മക്കളാണ്, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നോട്ടവും ഒരു നോട്ടം പോലെയല്ല മറ്റൊരു നോട്ടം, ഓരോരുത്തർക്കും പ്രത്യേക രീതിയിൽ നോക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇതിനു മുമ്പ് കണ്ടത്. ഇവിടെ ഉത്തമ ജാതി സ്ത്രീകൾക്കൊക്കെ കണ്ണിൽ 3 നിറം കാണും എന്ന് പറയുന്നു. വെളുത്ത പക്ഷം, കറുത്ത കൃഷ്ണമണി, പിന്നെ രക്താന്തമായ മൂലകൾ, അപാംഗത്തിൽ രക്തവർണ്ണം കാണും. അത്രേ, ചെറിയ വരികൾ പോലെ രക്തനിറം കാണും. അത് ദേവിയുടെ കണ്ണുകളിലും ഉണ്ട്, അല്ലെങ്കിൽ ദേവിയുടെ കണ്ണുകളിൽ നിന്നാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുന്നത്. വിഭക്ത ത്രൈവർണ്യം, ഈശാനദൈതേ എന്നാണ് ഇവിടെ വിളി. സപ്തമി ഏകവചനം, സംബോധന പ്രഥമ. പരമേശ്വരന്റെ പ്രിയപത്നിയാണ് ദേവി, പരമേശ്വരന്റെ ദൈതയാണ് ദേവി. അങ്ങനെ സംബോധന ചെയ്യുന്നു. രണ്ടുപേരും രണ്ടല്ല, ശിവം ശക്തി രണ്ടും രണ്ടല്ല. വ്യതികരിത ലീലാഞ്ജനതയാ, ദേവിയുടെ കണ്ണുകളിൽ അഞ്ജനം ഉണ്ട്, അഞ്ജനം ധരിച്ചിട്ടുണ്ട്. അത് ലീലാഞ്ജനതയാ, ഒരു കളിക്ക് ഇട്ടിരിക്കുന്നത് പോലെയാണ് ഇട്ടിരിക്കുന്നത്. അത്രേ, എല്ലാം ലളിതമായിട്ടും ഒരു ലീല എന്ന പോലെയും. ലളിത എന്നുള്ളതിന് ഈ ലീലാവിനോദിനി എന്നൊരർത്ഥമുണ്ട്. ചുമ്മാ തമാശക്കളി പോലെയാണ് എല്ലാ കാര്യങ്ങളും. ദേവിയുടെ കുങ്കുമക്കുറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ ഇരിക്കും എന്നൊക്കെ ശ്യാമളാദണ്ഡകത്തിൽ പറയും. വിഭക്ത ത്രൈവർണ്യം, 3 നിറവും വ്യക്തമായി കാണപ്പെടുന്നു, 3 നിറവും വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നു. വെളുപ്പ്, ചുവപ്പ്, കറുപ്പ്. വെളുത്ത ശുക്ലപക്ഷം, കറുത്ത കൃഷ്ണമണി, രക്താന്തവർണം.
ഇതം ഈ കണ്ണുകൾ ഉപരതാൻ പ്രളയകാലത്തിൽ നിന്നിൽ ലയിക്കുന്നു ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളൊക്കെ. മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി എന്ന ലളിതാ സഹസ്രനാമം. പ്രളയത്തിൽ ബാക്കി നിൽക്കുന്നത് പരമേശ്വരനും പരമേശ്വരിയും മാത്രം. ബ്രഹ്മാവിഷ്ണു ത്രിമൂർത്തികളും ദേവിയിൽ ലയിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പ്രളയകാലത്തിൽ നിന്നിൽ ലീനമാകുന്ന ദ്രുഹിണ ഹരി രുദ്രാൻ, ദ്രുഹിണൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, ഹരി എന്ന് വെച്ചാൽ വിഷ്ണു, രുദ്രൻ എന്ന് വെച്ചാൽ ശിവൻ. അവരെ വീണ്ടും ദേവി സൃഷ്ടിക്കും അത്രേ. പ്രളയം കഴിഞ്ഞിട്ട് ഒരു വിശ്രമം എന്ന പോലെ മനുഷ്യൻ രാവിലെ നമ്മൾക്ക് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു, രാത്രി ഉറങ്ങുന്നു, പിന്നെ വീണ്ടും പിറ്റേ ദിവസം ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കുന്നു എന്നതുപോലെ സത്വരജസ്തമോ ഗുണഭൂയിഷ്ഠരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊക്കെ പ്രളയത്തിൽ അല്പനേരം ബീജരൂപത്തിൽ വിളങ്ങുന്നു, അല്ലെങ്കിൽ ലയം പ്രാപിക്കുന്നു. അതുപോലെയാണ് ദേവിയുടെ ഈ മൂന്ന് കണ്ണുകളും അതിനെ ചൂണ്ടിക്കാണിക്കുന്നുവോ എന്ന് തോന്നും. വിഭക്ത ത്രൈവർണ്യം പ്രതികരിത ലീലാഞ്ജനതയ വിഭാതി ത്വന്നേത്രത്രതീമിതമീശാനതയിതേ പുനഃസൃഷ്ടും ദേവാൻ ദ്രുഹിണ ഹരിരുദ്രാനുപരതാൻ രജസത്വം ബിഭ്രത്തമൈതി ഗുണാനാം ത്രയമിവ. എൻ്റെ കണ്ണുകളിൽ മൂന്ന് നിറം കാണപ്പെടുന്നു. ഒരു പ്രളയം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടിക്കണം, വീണ്ടും ഈ ആളുകളൊക്കെ, ഈ എല്ലാ സമസ്ത ജീവരാശികളും ഉണ്ടാകണം. അത് ദേവിയുടെ സങ്കല്പം. അതിന് ത്രിഗുണങ്ങളുടെ ആവശ്യമുണ്ട്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികൾക്ക് സത്വരജസ്തമോ ഗുണങ്ങൾ ഉള്ളവരാണ് അവരെല്ലാം. അതിൻ്റെ സൂചനയാണോ എന്നതുപോലെ സാധാരണ നമ്മൾ സത്വഗുണത്തെ വെളുത്ത നിറമായിട്ടും രജോ ഗുണത്തിനെ രക്തവർണ്ണമായിട്ടും തമസ്സിനെ കറുത്ത വർണ്ണമായിട്ടും പറയും. അങ്ങനെ സത്വഗുണത്തെ വിഷ്ണു എന്നും തമോ ഗുണത്തെ രുദ്രൻ എന്നും രജോ ഗുണത്തെ ബ്രഹ്മാവെന്നും നമ്മൾ പറയുന്നു. എപ്പോഴാണോ ദേവി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ത്രിഗുണങ്ങളെ കൊണ്ട് ഈ മൂന്ന് പേരെ ഉണ്ടാക്കുന്നു എന്ന് താല്പര്യം. ഈ ശ്ലോകത്തിൻ്റെ പാരായണം കൊണ്ട് ഇപ്പൊ ദേവിയുടെ കണ്ണുകളിൽ മൂന്ന് നിറം കാണപ്പെടുന്നു: വെളുപ്പ്, കറുപ്പ്, ചുമപ്പ്, രക്താന്ത വർണ്ണങ്ങൾ. അത് സാമുദ്രികാ ശാസ്ത്രം അനുസരിച്ച് വിളങ്ങുന്നു. ആ മൂന്ന് നിറങ്ങളാണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒരു 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 പ്രതിനിധാനം ചെയ്യുന്നതാണോ എന്ന് തോന്നിപ്പോവും. അതിൽ നിന്നാണോ ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളൊക്കെ ഉണ്ടായത്, അതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത് എന്നുള്ളതൊക്കെ തീർച്ച എന്നൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ ഈ ശ്ലോകത്തിൽ പറയുന്നു. ഈ ശ്ലോകപാരായണം കൊണ്ട് മനോനിയന്ത്രണം കിട്ടും എന്നും ഏതൊരു സംരംഭത്തെയും ഉണ്ടാക്കാനും അതിനെ സംരക്ഷിക്കുവാനും നശിപ്പിക്കുവാനും അവർക്ക് കഴിയും. വേണ്ടാത്തതിനെ ഇല്ലാണ്ടാക്കാനും വേണ്ടതിനെ ഉണ്ടാക്കുവാനും വേണ്ടതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും അവർക്ക് കഴിയും എന്നൊക്കെ ഫലശ്രുതികളായിട്ട് സർവചതുരന്മാരാകുന്നു, ഈശ്വരതുല്യന്മാരാകുന്നു എന്നൊക്കെ ഈ ശ്ലോകത്തിൽ ഈ ശ്ലോകം പാരായണം ചെയ്യുന്നതുകൊണ്ട് ഫലം എന്ന് പറയുന്നു. ഇനി 54-ാമത്തെ ശ്ലോകം. പവിത്രീകർത്തുന്ന പശുപതി പരാധീന ഹൃദയേ ദയാമിത്രൈ നേത്രൈ അരുണധവള ശ്യാമരുചിഭി നദശോണോ ഗംഗാത് അപനതനയേതി ധ്രുവമമം ത്രയാണാം തീർത്ഥാനാം ഉപനയസി സംഭേദം അനഘം എന്ന്. ഇതിലും സംബോധന പ്രഥമ ഹേ പശുപതി പരാധീന ഹൃദയേ എന്നാണ്. നേരത്തെ പരമേശ്വരന്റെ ഈശാന ദൈതേ എന്ന് വിളിച്ചു. ഇതിൽ പശുപതി പരാധീന ഹൃദയെ, പശുപതിയിൽ പരാധീനമായ ഹൃദയത്തോടു കൂടിയവളെ എന്ന് പാർവതിയെ വിളിക്കുന്നു. ശിവനല്ലാതെ മറ്റൊരു വസ്തു ദേവിക്കില്ല എന്നുള്ളതുകൊണ്ട് ദയാമിത്രൈഹി ഹേ പശുപതി പരാധീന ഹൃദയെ ദയാമിത്രൈഹി, ദയ കൊണ്ട് കരുണാമൃതം കൊണ്ട് നിറഞ്ഞതാണ് ദേവിയുടെ കണ്ണുകൾ.
പ്രത്യേകം അരുണധവളശ്യാമരുചിഭിഹി, കറുപ്പ്, ചുമപ്പ്, വെളുപ്പ് എന്നുള്ള 3 നിറങ്ങൾ അതിനുണ്ട്. ദയാമിത്രമായ കറുപ്പ്, ചുമപ്പ്, വെളുപ്പ് എന്നുള്ള നിറത്തോടു കൂടിയ നേത്രങ്ങളാൽ ശോണഹ ഗംഗാ തപനതനയ. ശോണ എന്ന് വെച്ചാൽ, ശോണ എന്നൊരു നദിയുണ്ട്, ബീഹാറിലൊക്കെ ഒഴുകുന്നതാണ് ആ നദി. അത് പടിഞ്ഞാറോട്ട്, പശ്ചിമോദധികമാണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണെന്ന് പറയും. ഗംഗാനദി വെളുപ്പാണ്, ശോണ ചുമപ്പാണ്. തപനതനയ എന്ന് വെച്ചാൽ യമുന, അത് കറുത്ത നിറമാണെന്ന് പറയും. ഇങ്ങനെ ത്രയാണാം തീർത്ഥാനാം, ഈ 3 തീർത്ഥങ്ങളുടെയും അനഘം പാപനാശം ചെയ്യുന്നതായിട്ടുള്ള സംഭേദം, യോജിപ്പ്, സംഗമം, ത്രിവേണി സംഗമം, അതുകൊണ്ട് ഞങ്ങളെ പവിത്രീകർത്തും ഉപനയസി, ആ ത്രിവേണി സംഗമത്തെ നീ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിശ്ചയം, ധ്രുവം എന്ന് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും ദേവിയുടെ കണ്ണുകളുടെ നിറമാണ് പറയുന്നത്. കറുപ്പ്, ചുമപ്പ്, വെളുപ്പ്, 3 നിറം. 3 നദികളുണ്ട്, യമുന, ഗംഗ, സരസ്വതി. യമുന കറുപ്പ്, ഗംഗ വെളുപ്പ്, ശോണ എന്ന് പറയുന്നത് ചുമപ്പ് നിറം. ഈ 3ഉം കൂടി യോജിക്കുന്ന തീർത്ഥമാണ്, തീർത്ഥസ്നാനമാണ് ദേവി. ഈ 3ഉം കൂടി യോജിക്കുന്ന ത്രിവേണി സംഗമമാണ് ദേവി. നമ്മൾ പണ്ടത്തെ കാലത്താണ് ഞാൻ പറയുന്നത്, ഇപ്പോഴൊക്കെ ഒരു ഫ്ലൈറ്റ് കയറിയാൽ കാശിയിൽ ഒരു ദിവസം ഒരു 3 മണിക്കൂർ കൊണ്ട് എത്താം, 4 മണിക്കൂർ കൊണ്ട് എത്താം. തെക്കേ അറ്റത്തുള്ളവർക്കും കൂടി 4 മണിക്കൂർ കൊണ്ട് എത്താം. ത്രിവേണിയിൽ കുളിക്കണമെങ്കിൽ പണ്ടൊക്കെ വലിയ പ്രയാസമാണ്. കാശി യാത്ര എന്ന് പറഞ്ഞാൽ 5 കൊല്ലം 6 കൊല്ലം എടുക്കും. നടന്നു പോകും, നടന്നു വരും. ആ കാലഘട്ടത്താണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് ഓർക്കണം. 2000 കൊല്ലമായി ശങ്കരാചാര്യ സ്വാമികളുടെ കാലഘട്ടം, 1000 കൊല്ലം മുമ്പാണ്. അപ്പോൾ ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ അനേക പ്രയത്നം അന്നത്തെ കാലത്ത് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതിനു മുമ്പ് ചോദിച്ച മാതിരി അമൃത് ഉണ്ടാക്കണമെങ്കിൽ ദേവിയുടെ മുമ്പിൽ ഒരു കുടം പാല് കൊണ്ടുവച്ച് അത് തൊടാൻ പറയുക, അപ്പോൾ അമൃതായി. പരമേശ്വരൻ്റെ കഴുത്തിൽ വിഷം കുടുങ്ങി, അത് ദേവി തൊട്ടു, അപ്പോൾ അത് അമൃതായി, ശ്രീകണ്ഠൻ. ത്രിവേണിയിൽ കുളിക്കാൻ വേണ്ടി ഇവിടുന്ന് അത്രയും ദൂരം നടന്നും യാത്ര ചെയ്തും ക്ലേശം സഹിച്ചും വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ദേവിയുടെ കണ്ണുകളിൽ ഈ 3 നദികളുമുണ്ട്. ത്രിവേണി സംഗമം ദേവിയുടെ കണ്ണുകളാണ്. ദേവിയുടെ കടാക്ഷം യാതൊരുവിനിൽ പതിക്കുന്നുവോ അയാൾ പരിശുദ്ധനാകുന്നു. പാപനാശമാണ് തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം എങ്കിൽ അത് ദേവി കടാക്ഷിക്കുമ്പോൾ ഓരോരുത്തർക്കും കരുണാതരംഗിതാക്ഷിയും എന്ന് നേരത്തെ പറഞ്ഞു. കരുണ കൊണ്ട് പൂരിതമായ ദയാമിത്രൈഹി നേത്രൈഹി എന്ന് നേരത്തെ പറഞ്ഞു. ദയാപൂർണമായ നോട്ടം കൊണ്ട് ദേവി നോക്കിയാൽ അവൻ്റെ സകലമായ പാപങ്ങളും നശിക്കും. എത്രയോ ഉദാഹരണങ്ങൾ ശാരദാദേവിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നോക്കി അപ്പോൾ ഒരു കള്ളൻ നല്ലവനായിട്ട് മാറിയ കഥകളുണ്ട്. ബുദ്ധഭഗവാനെ അങ്കുലിമാലൻ കണ്ട മാത്രയിൽ മാറി. അങ്ങനെ അനേക സംഭവങ്ങൾ. ദേവിയുടെ തൃക്കണ്ണുകളിൽ ഗംഗയും യമുനയും സരസ്വതിയും അടങ്ങുന്ന 3 നദികളുമുണ്ട്. ഇതുകൊണ്ട് മാറാത്ത പാതകങ്ങളൊന്നുമില്ല. കള്ളു കുടിക്കുന്നത്, സ്വർണം മോഷ്ടിക്കുന്നത്, പണം മോഷ്ടിക്കുന്നത്, ബ്രാഹ്മണനെ കൊല്ലുന്നത്, ഗുരുവിൻ്റെ കടക്കയിൽ കിടക്കുന്നത്, ഗുരുപത്നിയോട് സംഗമം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പഞ്ചമഹാപാതകങ്ങൾ എന്ന് പറയും. ഈ പാതകങ്ങൾ പോലും ദേവിയുടെ കടാക്ഷം കൊണ്ട് മാറും. കടാക്ഷം കൊണ്ട് ആ പാപം നശിക്കും. ഗംഗ, യമുന, സരസ്വതി എന്നുള്ള നദികളുടെ സംഗമം ഇവിടെ ഉണ്ട്. തീർത്ഥാടനം, ഏറ്റവും വലിയ തീർത്ഥാടനം ദേവിയുടെ ദൃഷ്ടിയിൽപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ അജ്ഞാനം നശിക്കാൻ, അവിദ്യ നശിക്കാൻ ദേവി നമ്മളെ നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ദേവിയുടെ തൃക്കണ്ണുകളെ ധ്യാനം ചെയ്യുന്നവർക്ക്
പാപവിമുക്തി ഉണ്ടാകും, അജ്ഞാനമില്ലാണ്ടാകുന്നു, സകലമായ ദോഷങ്ങളും ഇല്ലാണ്ടാകുന്നു, സംശുദ്ധരാകുന്നു എന്നൊക്കെ ഈ ശ്ലോകത്തിൻ്റെ ഫലശ്രുതി. 55-ാമത്തെ ശ്ലോകമാണ് അടുത്തത്. നിമേഷ ഉന്മേഷാഭ്യാം പ്രളയമുദയം യാതി ജഗതി തവേത്യാഹുസന്തോ ധരണിധര രാജന്യതനയെ സുതുന്മേഷാജ്ജാതം ജഗതിദമശേഷം പ്രളയത പരിത്രാതും ശങ്കേ പരിഹൃതനിമേഷാസ്തവദൃശ. ഇതില് വേറൊരു വിളിയാണ്. പശുപതി പരാധീന ഹൃദയെ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ വിളിച്ചു. ഇതില് ധരണിധര രാജന്യ തനയെ എന്ന് വിളിക്കുന്നു. പർവ്വതരാജൻ, ധരണിധരൻ, പർവ്വതരാജനായ ഹിമാലയത്തിന്റെ പുത്രിയാണ് പരദേവത. വലിയ തപസ് ചെയ്തു അത്രേ ഹിമാലയൻ. ഹിമവാൻ ഒരു ജഡവസ്തു ആണെങ്കിലും എനിക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം, എനിക്കും അമ്മ കുട്ടിയായിട്ട് ജനിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവി അയോനിജയായിട്ട് ഒരു താമരപ്പൂവിൽ അവിടെ പർവ്വതരാജകുമാരൻ്റെ മുമ്പിൽ പെട്ടു. അങ്ങനെ ആ കുലത്തിന് തന്നെ വലിയ മഹിമയുണ്ടായി എന്നൊക്കെ പറയും. ഹിമവത് പുത്രിയായ ഹേ പരദേവതയെ, രാജന്യ തനിയെ, ആ രാജാവിൻ്റെ കുമാരി, തവ നിമേഷോന്മേഷാഭ്യാം, നിന്റെ കണ്ണു തുറക്കൽ കണ്ണടയ്ക്കൽ എന്നുള്ളത് കൊണ്ട് ജഗതി, ഈ ലോകം, പ്രളയം ഉദയം യാതി, കണ്ണടച്ചാൽ ലോകം നശിക്കുന്നു, കണ്ണു തുറന്നാൽ ലോകമുണ്ടാകുന്നു, സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനു മുമ്പും പറഞ്ഞു, ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി, ഉന്മേഷം കൊണ്ടും നിമേഷം കൊണ്ടും ഉത്പന്നമായും വിപന്നമായും വിളങ്ങുന്ന ഭുവനത്തോടു കൂടി വിളങ്ങുന്ന ലളിതാ സഹസ്രനാമം. സൃഷ്ടി ദൃഷ്ടിവാദം എന്ന് പറയും. നമ്മൾ കണ്ണടച്ചാൽ നമ്മൾക്ക് ലോകം കാണുന്നില്ല, കണ്ണു തുറന്നാൽ ലോകം കാണുന്നു. ഇതിന് വേദാന്തത്തിൽ അങ്ങനെ ഒരു പരിഭാഷയുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് കൊണ്ട്, ദേവി കണ്ണടച്ച് തുറക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാണ്ടേ ആവുകയും ചെയ്യുന്നു. ഇതി സന്തഹ ആഹു, സജ്ജനങ്ങൾ പറയുന്നു. ത്വതുന്മേഷാത്, നീ കണ്ണ് കണ്ണ് തുറന്നതുകൊണ്ട് ജാതമിതം അശേഷം ജഗത്ത്, ഈ പ്രപഞ്ചം അശേഷമായിട്ടുണ്ടായി, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. പ്രളയതഃ പരിത്രാതും, അതിനെ, അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഈ ജഗത്തിനെ, പരിത്രാതും, അതിനെ സംരക്ഷിക്കുവാൻ, തവദൃശ, നിന്റെ കണ്ണുകൾ, പരിഹൃത നിമേഷാഹ, കണ്ണ് അടയ്ക്കാണ്ട് തുറന്നവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ ആശങ്കിക്കുന്നു. നിർനിമേഷയാണ് ദേവന്മാരെന്ന് പറയും. അതുപോലെ മീനങ്ങളൊക്കെ ഉറങ്ങാറില്ല എന്ന് പറയും, കണ്ണടയ്ക്കാറില്ല. മീനുങ്ങളൊക്കെ ഉറങ്ങുന്നത് ഇങ്ങനെ അത് ക്ഷീണിക്കുമ്പോൾ നീന്താണ്ട് താഴെ പോകും, അങ്ങനെ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കും. അങ്ങനെയാണ് അത് ഉറങ്ങുന്നത്. ഉറങ്ങുമ്പോഴും കണ്ണ് തുറന്നിട്ടാണെന്ന് അർത്ഥം. ഉന്മേഷമാത്രയിൽ, കണ്ണ് തുറക്കുന്ന മാത്രയിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു. അത് നശിക്കാൻ പാടില്ല എന്ന് പരമകാരുണ്യത്തോടു കൂടി കണ്ണ് അടയ്ക്കാണ്ട് തന്നെ സർവ ഉപകാരകരനായ സദാർദ്രചിത്ത എന്ന ദേവി മഹാത്മ്യം. ദേവി കണ്ണടയ്ക്കാറേ ഇല്ല. എല്ലാ മക്കളും സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് ദേവി ഉറക്കത്തെ ത്യജിക്കുന്നു ത്യാഗപൂർണമായിട്ട്. അത് ത്യാഗമെന്ന് തന്നെ പറയാൻ വയ്യ. ദേവിക്ക് എല്ലാം താൻ തന്നെ എന്നുള്ള തോന്നലുള്ളത് കൊണ്ട്. അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയാ സാധിക്കുന്നത്? ഇത്രയും ഉറക്കമില്ല, ഭക്ഷണമില്ല, ഒരു ദിവസമല്ല 2 ദിവസമല്ല, എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഒരു കാര്യവും അമ്മ ഒരാളുടെ അടുത്ത് ആവശ്യപ്പെടാറില്ല. എനിക്ക് വേണം, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറില്ല. എന്നാൽ എല്ലാവരുടെയും ബുദ്ധിമുട്ട് കേൾക്കാനുള്ള ക്ഷമ അമ്മയ്ക്കുണ്ട്.
എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ട്. അപ്പോൾ അതെങ്ങനെയാ സാധിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചു. പലപ്പോഴും ചോദിക്കാറുണ്ട്. അമ്മ പറഞ്ഞു, എനിക്ക് രണ്ടെന്നുള്ള തോന്നൽ വേണ്ടേ, നിങ്ങൾ വേറെ ഞാൻ വേറെ എന്നുള്ള തോന്നലില്ല, എല്ലാം ഞാൻ തന്നെ, എല്ലാം എൻ്റെ സ്വന്തം എന്നുള്ള തോന്നലുണ്ട്. വലത്തെ കയ്യിൽ ഒരു മുറിവുണ്ടായി, അതിന് ഇടത്തെ കൈ സഹായിക്കാൻ വന്നു. ഇടത്തെ കൈയിന് എന്തെങ്കിലും പറ്റി, അത് വലത്തെ കൈ സഹായിച്ചു. പിന്നെ സഹായം എന്ന് പറയുമോ? ഇല്ല, എനിക്ക് തന്നെ ഞാൻ തന്നെ ചെയ്യുന്ന സേവനമാണ് അത്. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകല സാധനങ്ങളും എൻ്റെ രൂപം തന്നെ, എൻ്റെ പ്രതിരൂപം തന്നെ എന്നുള്ള ഭാവനയോടുകൂടി ഞാൻ എനിക്ക് തന്നെ ചെയ്യുന്നതാണ് ആ പ്രവൃത്തികൾ. അതുകൊണ്ട് അത് സഹായം എന്ന് പറയാൻ പറ്റില്ല, പരൻ അപരൻ എന്നൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള ദേവിയെ ഉപാസിക്കുന്നവർക്ക് സൃഷ്ടി, സംഹാരശക്തി ഇതൊക്കെ ഉണ്ടാവും. ദേവിയുടെ ദൃഷ്ടിയാണ് ഇവിടെ ധ്യാനം. ദേവി കണ്ണടയ്ക്കാറേ ഇല്ല എന്നുള്ളതുകൊണ്ട് മീനാക്ഷി, മുണ്ടകക്കണ്ണി എന്നൊക്കെ ദേവിക്ക് പറയും. പകലും രാത്രിയും ദേവിക്ക് മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ള പ്രവൃത്തിയാണുള്ളത്. അങ്ങനെ ഈ ദൃഷ്ടിയെ ധ്യാനിക്കുന്നതുകൊണ്ട്, ദേവിയുടെ കടാക്ഷം അതിനെ ധ്യാനിക്കുന്നതുകൊണ്ട് സകല സിദ്ധികളും സൃഷ്ടി ശക്തിയും ഉണ്ടാകും എന്നാണ് ഫലശ്രുതി. ഇനി 56-ാമത്തെ ശ്ലോകം. തവാപർണേ കർണേ ജപനയന പൈശൂന്യചകിതാഃ നിലീയന്തെ തോയേ നിയതമനിമേഷാ സഫലികാഃ ഇയം ച ശ്രീർബദ്ധച്ഛതപുട കവാടം കുവലയം ജഹാതി പ്രത്യൂഷേ നിശിച വിഘടയ്യ പ്രവിശതി. ഇതും ദേവിയുടെ കടാക്ഷത്തെ വർണ്ണിക്കുന്നതാണ്. സാധാരണ നോട്ടത്തെ, ദേവിയുടെ കണ്ണുകളെ താമരപ്പൂവിനോട് വർണ്ണിക്കാറുണ്ട്. അതുപോലെ നീലോത്പലത്തിനോട് വർണ്ണിക്കാറുണ്ട്. താമരപ്പൂക്കൾ സൂര്യനെ കാണുന്ന മാത്രയിൽ വിടരുന്നു, നീലോത്പലങ്ങൾ ചന്ദ്രനെ കാണുന്ന മാത്രയിൽ വിടരുന്നു. അപ്പോൾ ഇവിടെ വേറൊരു പേരാണ് വിളിക്കുന്നത്. ധരണിധര രാജന്യതനയെ പശുപതി പരാധീന ഹൃദയെ എന്നൊക്കെ ദേവിയെ വിളിച്ചു. ഇതിലെ അപർണെ എന്ന് വിളിച്ചു. ഹേ അപർണെ, തവ കർണേ ജപ നയന പൈശൂന്യചകിതാഃ. ഇത് മധുര മീനാക്ഷിയെ പറ്റി പറയുന്നതാണ് എന്നൊക്കെ പറയും. ജഗദീശ്വരിയുടെ കണ്ണുകൾ ഒരിക്കലും അടയ്ക്കാറില്ല, തുറന്നിരിക്കുന്നു. മീനാക്ഷി ദേവി കണ്ണടയ്ക്കാറില്ല അത്രേ. ആ നഗരത്തിലുള്ളവരും ഉറങ്ങാറില്ല. അത് തൂങ്കാ നഗരം എന്ന് തമിഴിൽ പറയും. എന്നുവെച്ചാൽ ഒരിക്കലും അവിടെ കടകളൊന്നും അടയ്ക്കാറില്ല, 24 മണിക്കൂറും കട തുറന്നിരിക്കും. അത് സത്യമാണ്. എന്താ കാരണം വെച്ചാൽ അതൊരു ബിസിനസ് സെൻ്ററാണ്. പണ്ട് മുതൽക്ക് അത് വ്യാപാര നഗരമാണ്. പല സ്ഥലത്ത് പോകണമെങ്കിൽ മധുരയിൽ വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ എല്ലാവരും മധുരയ്ക്ക് വരും, അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ പൂക്കൾ വിൽക്കുന്നത് വരുന്നത് ഒരു സമയം, പഴങ്ങൾ വരുന്നത് വേറൊരു സമയം, പച്ചക്കറി വരുന്നത് വേറൊരു സമയം, തുണികൾ വരുന്നത് വേറൊരു സമയം. അതുകൊണ്ട് രാത്രിയും പകലും വ്യത്യാസമൊന്നും ഇല്ല അവിടെ. രാത്രി മുഴുവൻ തുറന്നിരിക്കും. അത് അവിടുത്തെ ജഗദീശ്വരി കണ്ണടയ്ക്കാത്തത് കൊണ്ടാണെന്നൊക്കെ അവിടുത്തെ ആൾക്കാർ പറയും. ജഗത്തിനെ സംരക്ഷിക്കാൻ തൻ്റെ കണ്ണ് അടയ്ക്കാണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇത് നിർനിമേഷന്മാരെന്ന് ദേവന്മാർക്കൊക്കെ ഉള്ളതാണ്. അപ്പം അതുപോലെ
ദേവിയുടെ ചെവിയിൽ കർണേജപ പൈശൂന്യചകിതാഹ, ചെവിയുടെ അടുത്ത് ചെന്ന് പൈശൂന്യം എന്തോ നുണ പറഞ്ഞു കൊടുക്കുക അത്രേ. ആ കാരണം കൊണ്ട് കണ്ണടയ്ക്കാണ്ട് ശബരികാഹ, മീനങ്ങളൊക്കെ തോയെ ജലത്തിൽ നിലീയന്തെ ഒളിച്ചിരിക്കുക അത്രേ. സാധാരണ മീനുങ്ങളൊക്കെ കണ്ണടയ്ക്കാറില്ല. അത് ക്ഷീണിക്കുമ്പോൾ ജലത്തിൻ്റെ അടിയിൽ ചെന്ന് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഉറക്കം എന്നൊക്കെ പറയും. അതിനെ ഇവിടെ വേറൊരു കാര്യമായിട്ട് വർണ്ണിക്കുകയാണ്. മീനുങ്ങളെ പറ്റിയിട്ട് ആരോ ദേവിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അത് ദേവി കേൾക്കുന്നു. ഈ മീനുകളുടെ സൗന്ദര്യം പോലെയാണ് ദേവിയുടെ കണ്ണുകൾ എന്നൊക്കെ പറയുന്നു. മീനാക്ഷി എന്നൊക്കെ വിളിക്കുന്നു. അതൊക്കെ വെറുതെയാണ്. ദേവിയുടെ കണ്ണുകൾക്ക് അതിനേക്കാളൊക്കെ സൗന്ദര്യം എത്രയോ ഉണ്ട് എന്നൊക്കെ ആരോ പറഞ്ഞു കൊടുക്കുന്നു അത്രേ. അപ്പോൾ അതുകൊണ്ട് ദേവി നമ്മളെ എന്തെങ്കിലും വധിക്കോ അല്ലെങ്കിൽ ശിക്ഷിക്കോ എന്തെങ്കിലും ചെയ്യോ എന്ന് വിചാരിച്ചിട്ട് മീനുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ബദ്ധച്ഛതപ്പെട്ട കവാടം കോലയം പ്രത്യൂഷേ ജഹാതി. പകലിൽ താമര പോലെ ഇരിക്കുന്നു, രാത്രി നീലോത്പലം പോലെ ഇരിക്കുന്നു. പകലിൽ താമര വിടരുന്നു, രാത്രി നീലോത്പലം വിടരുന്നു. രണ്ട് സമയത്തും വിടർന്നിരിക്കുന്നതാണ് ദേവിയുടെ കണ്ണുകൾ. എന്ന് ദേവി പകലും രാത്രിയും ഉറങ്ങാറില്ല. ലക്ഷ്മി ദേവി പകലിൽ താമരയിൽ വസിക്കുന്നു, അത് ദേവിയുടെ കണ്ണുകളാണ്. രാത്രി നീലോത്പല പുഷ്പത്തിലാണ് എന്നൊക്കെ ഈ ശ്ലോകത്തിൽ ദേവിയുടെ കണ്ണുകൾ അടയ്ക്കാറേ ഇല്ല എന്നൊരു കാരണം അതിന് പറയുന്നു. നേത്ര സൗഭാഗ്യം, ഇങ്ങനെ ദേവിയുടെ നേത്ര സൗഭാഗ്യത്തെ ആരാധിക്കുന്നവർ അവർക്ക് തിമിരദോഷം, സംഹാരദോഷം അതൊന്നും ഇല്ലാത്തവരായിട്ട് ഭവിക്കുന്നു എന്ന്. മഹാലക്ഷ്മിയുടെ വാസം അവിടെയാണ് എന്നൊക്കെ ഈ ശ്ലോകത്തിലെ ഇതിൻ്റെ ഫലശ്രുതിയായിട്ട് പറയുന്നു. ഇനി അടുത്ത ശ്ലോകം. ദൃഷാദ്രാഘീയസ്യ ദരദളിത നീലോത്പലരുച ദവീയാം സംദീനം സ്നപയ കൃപയാ മാമപി ശിവേ അനേനായം ധന്യോ ഭവതി നചതേ ഹാനിര്യത വനേവാ ഹർമ്മേവാ സമകരനിപാതോ ഹിമകരഃ. ഇതൊരു പ്രാർത്ഥനാ ശ്ലോകമാണ്. ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ ഈ ശ്ലോകത്തിലൊരു അനുഭവമുണ്ട്. ഇത് 10-30 വർഷം മുമ്പേ അമ്മയെ കാണുവാൻ ആശ്രമത്തിൽ നിൽക്കുന്നവർക്ക് തന്നെ എല്ലാവരും വിചാരിക്കും ആശ്രമത്തിലുള്ളവർക്ക് എപ്പോഴും അമ്മയെ കാണാം എന്ന്. അത് അങ്ങനെ സാധ്യമൊന്നുമില്ല. അമ്മ പണ്ടൊക്കെ 6 മാസം വരെ യാത്രയാണ് അമ്മയ്ക്ക്. വിദേശയാത്ര സമയത്ത് ഒട്ടും തന്നെ അമ്മയെ കാണാൻ പറ്റില്ല. ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, ഓൺലൈൻ അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് മനസ്സ് വേദനിച്ചു. അങ്ങനെ ഈ ശ്ലോകം ഞാൻ ആവർത്തിച്ച് ചൊല്ലി. ദൃശ രാഘീയസ്യ ദരദളിത നീലോത്പലരുച ദവീയാംസം ദീനം സ്നപയ കൃപയാ മാമപി ശിവേ അനേനായം ധന്യോ ഭവതി നചതേ ഹാനിര്യത വനേവാ ഹർമ്മ്യവാ സമകരനിപാതോ ഹിമകരഃ. നമ്മൾ ഈ സൗന്ദര്യലഹരി ആരതി ചൊല്ലുന്നു. അതിൽ ഈ ശ്ലോകത്തിൻ്റെ പരാമർശമുണ്ട്. സ്നപയ എന്നുള്ള വാക്കുണ്ട്. എന്നെ കുളിപ്പിക്കണം, എൻ്റെ കടാക്ഷാമൃതം കൊണ്ട് കുളിപ്പിക്കണം. അതുകൂടാതെ സമകര നിപാതോ ഹിമകരഃ, ഒരേപോലെയാണ് ദേവിയുടെ നിപാതം എന്നൊക്കെ ആ രണ്ടും ആ സൗന്ദര്യലഹരി ആരതിയിലുണ്ട്. ഇത് ദേവിയുടെ ദൃഷ്ടിയാണ് ഇവിടെ വീണ്ടും വർണ്ണിക്കപ്പെടുന്നത്, കടാക്ഷം. ദ്രാഘീയസ്യമാണ് ദേവിയുടെ ദൃഷ്ടി. ദ്രാഘീയസ്യം എന്ന് വെച്ചാൽ ഏറ്റവും ദൂരെ ചെന്ന് പതിക്കുന്നു എന്നർത്ഥം. ഏറ്റവും ദൂരെ എന്ന് വെച്ചാൽ ദേവിയുടെ ദൃഷ്ടി പെടാത്ത ഒരു വസ്തുവില്ല, ഈ പ്രപഞ്ചത്തിലില്ല. എല്ലായിടത്തും ദേവിയുടെ ദൃഷ്ടിയുണ്ട്. നീലോത്പല രുചം, നമ്മളെ ചിലരുടെ നോട്ടം കണ്ടാൽ നമുക്ക് കഠിനമായിട്ട് തോന്നും, നമുക്ക് വേദനിക്കും.
അവർ നമ്മളോട് ദേഷ്യത്തോടെയാണ് നോക്കുന്നതെന്ന് തോന്നിപ്പോവും. അത് നമുക്ക് ഇഷ്ടപ്പെടാറില്ല. നമ്മളെ ഒരു തുണി കൊണ്ട് തല്ലിയാൽ കൂടി നമുക്ക് വേദനിക്കും. എന്നാൽ ഒരു താമരപ്പൂ കൊണ്ട് എരിഞ്ഞാൽ നമുക്ക് വേദനിക്കില്ല. നിലോത്പല പുഷ്പത്തിൻ്റെ ഇതളുകൾ വീഴുന്നത് പോലെയാണ് ദേവിയുടെ കടാക്ഷം. ദേവിക്ക് പരിചയക്കുറവ് ആരോടുമില്ല. നമ്മളിപ്പോൾ രാമകൃഷ്ണ പരമഹംസരെ ഒരു ബംഗാളിയാണ്, അങ്ങനെ ഒരു ബംഗാളിയാണെന്ന് പറയാറില്ല. ശിവാനന്ദൻ അയാളുടെ ഒരു തമിഴനാണ് എന്ന് പറയാറില്ല. മഹാപുരുഷന്മാരെയൊക്കെ നമ്മുടെ ജാതി മതം ഭേദങ്ങളൊന്നും നോക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും സ്വന്തം. നിലാവ് അത് ബ്രാഹ്മണനാണ്, അത് ഇന്ത്യനാണ്, ഇതൊന്നും പറയാറില്ല. ഇന്ത്യൻ നിലാവ്, അമേരിക്കൻ നിലാവ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആ ഉപമ പറഞ്ഞിരിക്കുന്നു. ഒരു പുഷ്പത്തിൻ്റെ ഇതളുകൾ തട്ടുന്നത് പോലെയാണ് ദേവിയുടെ നോട്ടം. വളരെ കാരുണ്യം നിറഞ്ഞതാണ്, മൈത്രി നിറഞ്ഞതാണ്. നമ്മളോട് പരിചയമുണ്ട് എന്ന് നമുക്ക് അമ്മയോട് തോന്നും. അമ്മയെ പോലെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് അവരോട് പരിചയം, നമുക്ക് ആൾറെഡി നമ്മളോട് പരിചയമുള്ളവർ പോലെ പൂർവാഭിഭാഷ അവർ സംസാരിക്കും, അവരെ നമസ്കരിക്കും. വളരെ പരിചയമാണ്, ഏറെ നാൾ പരിചയമുള്ളതുപോലെ നമുക്ക് അവർ തോന്നിപ്പിക്കും, അല്ലെങ്കിൽ തോന്നും. നിന്റെ ദൃഷ്ടി എല്ലാവരിലും പതിക്കുന്നു. ഈ ഭൂലോകത്തുള്ള ഉറുമ്പ് മുതൽക്ക് ബ്രഹ്മാവ് പര്യന്തം ഉള്ള എല്ലാവരും നിനക്ക് വേണ്ടപ്പെട്ടവരാണ്, അതിൽ സംശയമൊന്നുമില്ല. എല്ലാവരും നിൻ്റെതാണ്. ഞാനോ ദവീയാംസം, ഏറ്റവും ഹീനൻ ദീനൻ, നൈച്യഭാവം എന്ന് ഭക്തിയിൽ ഇതിനെ പറയും. ഒരു ഭക്തൻ തന്നെ വലുതായിട്ട് ഒരിക്കലും വിചാരിക്കാറില്ല. ഞാനൊരു ചെറിയ മനുഷ്യൻ എന്നേ വിചാരിക്കുന്നു. തമിഴ്നാട്ടിൽ ഒരു നായന്മാരിൽ ഒരാളാണ് സിറുത്തൊണ്ട നായനാർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വലിയൊരു സേനാനായകനായിരുന്നു, പല്ലവ സാമ്രാജ്യത്തിൻ്റെ സേനാധിപതിയായിരുന്നു. വലിയൊരു യുദ്ധം ഉണ്ടായി, വാതാപി എന്ന് പറയുന്നത്. അതിൽ ജയിച്ചു. അതിന് പ്രധാന കാരണം ഈ പരഞ്ജ്യോതി എന്ന് പറയുന്ന സേനാധിപതിയാണ്. അന്നത്തെ യുദ്ധനീതി അനുസരിച്ചിട്ട് അവിടെയുള്ള ധനങ്ങളും മുത്തുക്കളും പവിഴങ്ങളും സ്വർണവും ആനകളും ഒക്കെ എടുക്കാം. അതാണ് അന്നത്തെ നിയമം. അതനുസരിച്ച് എത്രയോ ധനം ഈ പല്ലവ സാമ്രാജ്യത്തിന് ലഭിച്ചു. പല്ലവ രാജാവായ നരസിംഹ പല്ലവൻ വളരെ സന്തുഷ്ടനായി. ഇദ്ദേഹത്തിന് ഒരുപാട് ദാനം കൊടുത്തു, സ്വർണം അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു അതൊന്നും വേണ്ട, അദ്ദേഹത്തിന് മതിയായി, യുദ്ധമൊക്കെ മതിയായി. എനിക്ക് എൻ്റെ ഗുരു എന്നെ വിളിക്കുന്നു, ഞാൻ ശിവഭക്തനാവുകയാണ് ഇന്ന് മുതൽക്ക്. അതേവരെ പരഞ്ജ്യോതി എന്നെ ജയശബ്ദം കൊണ്ട് സ്തുതിച്ചിരുന്ന ആൾക്കാർ ഇദ്ദേഹം മൊട്ടയടിച്ച് രുദ്രാക്ഷം ധരിച്ച് അതേവരെ കാണാത്ത വേഷത്തിൽ അവരെല്ലാം കണ്ടു. അവരെല്ലാം അത്ഭുതപ്പെട്ടു. പല്ലവ സൈന്യം ലക്ഷക്കണക്കിന് ആളുകളുള്ളതാണ്. എല്ലാവരുടെ മുമ്പിൽ അതിനു മുമ്പെയൊക്കെ കവചവും കുണ്ടലവും കിരീടവും ഒക്കെ ധരിച്ചിരുന്ന പരഞ്ജ്യോതി എന്നുള്ള സേനാനായകൻ അന്ന് മൊട്ടയടിച്ചിരിക്കുന്നു, തലയിൽ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നു, കാവ്യവസ്ത്രം ധരിച്ചിരിക്കുന്നു, കൈ തൊഴുതു പിടിച്ചിരിക്കുന്നു. നെഞ്ചു നിവർത്തി നടക്കുന്ന ആ നടപ്പില്ല, വിനയത്തോടുകൂടി നടക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത് ഹാഹാകാരം ചെയ്തു. അപ്പോൾ പരഞ്ജ്യോതി ജയിക്കട്ടെ എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരഞ്ജ്യോതി അല്ല, ഇന്ന് മുതൽക്ക് ഞാൻ ഒരു ചെറിയ ഭക്തനാണ്. അടിയാറുകൾ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു ചെറിയ ഒരു ഭക്തനാണ്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ദീനം ദബീയാംസം ദീനം, ഏറ്റവും ചെറിയ മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അതിലുള്ള ഒരു ആൾ വിളിച്ചു, സിറുത്തൊണ്ടർ വാഴുക എന്ന് പറഞ്ഞു. സിറുത്തൊണ്ടർ ജയിക്കട്ടെ. സിറുത്തൊണ്ടർ എന്ന് വെച്ചാൽ ചെറിയ ഭക്തൻ എന്നർത്ഥം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരതായി. പിന്നീട് പരഞ്ജ്യോതി എന്നുള്ള പേര് തന്നെ ആർക്കും അറിയില്ല. അപ്പോൾ ഇതിന് നൈച്യഭാവം എന്ന് പറയും. ഞാൻ ചെറുത് എന്നുള്ള തോന്നൽ, ഞാനൊരു ദാസൻ എന്നുള്ള തോന്നൽ. അങ്ങനെയുള്ള എന്നെ നീ നിൻ്റെ കടാക്ഷം കൊണ്ട് തണുപ്പിക്കണം, നനയ്ക്കണം. അനേനായം ധന്യോ ഭവതി, അതുകൊണ്ട് ഞാൻ ധന്യനായി ഭവിക്കുന്നു.
നചതേ ഹാനിരിയത, നിനക്കാണെങ്കിൽ യാതൊരു നഷ്ടവുമില്ല. വനേവാ ഹർമ്യേവാ സമകര നിപാതോ ഹിമകരഹ, ഒരു നിലാവുണ്ട്, അത് കൊട്ടാരത്തിൽ വീണാലും ഒരുപോലെയാണ്, ഓടയിൽ വീണാലും ഒരുപോലെയാണ്. സമകര നിപാതനാണ് അത്, തുല്യമായിട്ടാണ് അത് എല്ലായിടത്തും വീഴുന്നത്. അത് കൊട്ടാരത്തിലാണെങ്കിൽ കൂടുതൽ ഭംഗിയാവുമല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ പ്രകാശം ചൊരിയുന്നില്ല. ഒരു ഓടയിലാണെങ്കിൽ അതിൽ അഴുക്ക് വെള്ളമല്ലേ, ഇതിലെങ്ങനെയാണ് പോയി വീഴുകയെന്ന് അത് വിചാരിക്കുന്നില്ല. രണ്ടിലും തുല്യമായിട്ട് പതിക്കുന്നു. അതുപോലെ നിന്റെ ദൃഷ്ടി വളരെ ദ്രാഗീയസ്യമാണ്, എല്ലാവരിലും പതിക്കുന്ന ദൃഷ്ടിയാണ് നിന്റെ. നീലോത്പലം പോലത്തതാണ് അത്, നീലോത്പല രുച. ഞാനാണെങ്കിൽ ദവീയാംസം ദീനം, ഞാനാണെങ്കിൽ ഒരു ദീനൻ, ഹീനൻ, ശക്തിഹീനൻ, എന്നെയും കൂടി കുളിപ്പിക്കണം. ഞാനൊരു ദീനഹീനനല്ലേ വിചാരിച്ചിട്ട് അതിന് കുറയ്ക്കരുത്. കൊട്ടാരത്തിലാണെങ്കിലും ഓടയിലാണെങ്കിലും ഒരുപോലെ പതിക്കുന്ന നിലാവിനെ പോലെ നീ കരുതണം. സമകര നിപാതമായിരിക്കണം നീ ചെയ്യേണ്ടത്. ആ കടാക്ഷം എൻ്റെ അടുത്ത് ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന ആണ് ഈ ശ്ലോകത്തിലുള്ളത്. കരുണാമൃതം നിറഞ്ഞ എൻ്റെ കടാക്ഷം കൊണ്ട് നീ എന്നെ കുളിപ്പിക്കണം. ബ്രഹ്മാദി ദേവന്മാരും നിന്നിൽ സമർപ്പിച്ച് നിന്റെ ഭക്തരായിട്ട് ഭവിക്കുന്നു. അവരൊക്കെ മഹാധനികരായിട്ടും പുണ്യവാന്മാരായിട്ടും തീരുന്നു. ഞാൻ പരമഹീനൻ, ദരിദ്രൻ. നിന്റെ കടാക്ഷം വീണാൽ എൻ്റെ ഈ ദൈന്യം മാറും, അത് നിശ്ചയം. ഞാൻ പുണ്യം ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പുണ്യമില്ലാത്തവരിലല്ലേ നിന്റെ കടാക്ഷം വേണ്ടത്. എന്നെ നീ അങ്ങനെ നിന്റെ കടാക്ഷം കൊണ്ട് ധന്യനാക്കണം. ലോകമാതാവായിട്ടുള്ള നിനക്ക് പാപി പുണ്യവാൻ നിനക്ക് താരതമ്യമുണ്ടോ? എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഗുണദോഷങ്ങളൊന്നും നോക്കരുത്. തൻ്റെ കുട്ടികളുടെ ഗുണദോഷങ്ങൾ അമ്മ നോക്കാറില്ല, എല്ലാം ഗുണമായിട്ടേ അവർ കാണാറുള്ളൂ. സാമാന്യ സ്ത്രീകൾക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ ലോകജനനിയായി നിനക്ക് അങ്ങനെയുണ്ടോ? അതുകൊണ്ട് എൻ്റെ ഗുണദോഷങ്ങളൊന്നും നീ നോക്കാണ്ട് എന്നെ കടാക്ഷിക്കണം എന്നുള്ളതാണ് സാമാന്യ അർത്ഥം ഈ ശ്ലോകത്തിൻ്റെ. ഈ ശ്ലോകം ഞാനിങ്ങനെ 5-6 മാസം ചൊല്ലിയിരുന്നു തുടർച്ചയായിട്ട്. അമ്മ വിദേശയാത്ര കഴിഞ്ഞ ഒരു ദിവസം വന്നു. അങ്ങനെ രാവിലെ ധ്യാനിക്കാൻ വരും ചില ദിവസങ്ങളിൽ. ഇന്ന് ഒരു ദിവസം ഇങ്ങനെ ധ്യാനത്തിന് ചെന്നിരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ എനിക്ക് ഇരിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരുന്നു. സാധാരണ അമ്മ വളരെ, അമ്മയ്ക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. ധ്യാനിക്കുമ്പോൾ കണ്ണടച്ച് നന്നായിട്ട് ധ്യാനിക്കണം, ഏകാഗ്രപ്പെടുത്തി ധ്യാനിക്കണം. ധ്യാന സമയത്ത് നിവർന്നിരിക്കണം, ഉറങ്ങാൻ പാടില്ല, കണ്ണ് തുറന്നിരിക്കാൻ പാടില്ല. അതൊരു രത്നം എടുക്കുന്നത് പോലെയാണെന്നൊക്കെ അമ്മ പറയും. അങ്ങനെ അന്നത്തെ ദിവസം എനിക്കാണെങ്കിൽ അമ്മയെ കുറേ ദിവസമായി കണ്ടിട്ട്, 2-3 മാസം മുമ്പേ കണ്ടതാണ്. പിന്നെ വിദേശയാത്ര കഴിഞ്ഞ് അമ്മ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചില്ല, ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരുന്നു. അന്ന് ഗൈഡഡ് മെഡിറ്റേഷൻ ഇല്ല, അത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ധ്യാനിക്കാം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അമ്മ എന്നെ നോക്കി. ഞാൻ വിചാരിച്ചു അമ്മ കണ്ണടയ്ക്കാൻ പറയും എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് അമ്മ ചെയ്തില്ല. അമ്മ ഒരു സങ്കല്പത്തോടു കൂടി വളരെ ദയാർദ്രമായിട്ട് എന്നെ നോക്കി, കുറേ നേരം നോക്കി. അത് പരാശക്തിയുടെ ഒരു നോട്ടമാണ്. നമ്മളെ അടിമുടി അറിയുന്നു എന്നുള്ളത് നമുക്കറിയാം, എങ്കിലും നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള തോന്നലോടുകൂടി, സങ്കല്പത്തോടു കൂടി നോക്കുന്ന ഒരു പ്രത്യേക സങ്കല്പത്തോടു കൂടിയുള്ള നോട്ടമാണത്. സാധാരണ നോക്കുന്ന പോലെയല്ല. സാധാരണ നോക്കിയാൽ തന്നെ നമുക്ക് സന്തോഷമാകും. ഇത് അതിലധികം നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, ഇന്ന് ഞാൻ സംരക്ഷിച്ചുകൊള്ളാം, നിന്റെ എല്ലാം ഞാൻ അറിയുന്നു എന്നുള്ള നോട്ടം അന്നുണ്ടായി. ഞാൻ വിചാരിച്ചു ഈ ശ്ലോകത്തിൻ്റെ പാരായണം ഞാൻ എത്രയോ നാളായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. ദശാദ്രാഘീയസ്യ ദരദളിത നീലോത്പലരുച ദവീയാം സന്ദീനം സ്നപയകൃപയാം ഹമപി ശിവേ അനേനായം ധന്യോ ഭവതി നശതേ ഹാനിരിയത വനേവാ ഹർമ്യേവാ സമകര നിപാതോ ഹിമകര. എന്നെ നോക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ല, എനിക്കാണെങ്കിൽ വലിയ ഗുണം. ഞാൻ ദീനഹീനൻ, നിന്റെ നോട്ടം
നിലാവിനെ വെല്ലുന്നതാണ്. താമരപ്പൂവ് കൊണ്ട് നമ്മളെ മെല്ലെ തലോടിയാൽ എങ്ങനെ എനിക്ക് അതുപോലത്തതാണ് എന്നൊക്കെ കടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം. ഇതൊരു പ്രാർത്ഥനാ ശ്ലോകമാണ്. ഇതിന് ഇന്നതാണ് ഫലമെന്ന് പറഞ്ഞുകൂടാ. അനിർവചനീയമായ ഫലം തരുന്നതാണ് ഈ ശ്ലോകം. ഭക്തൻ്റെ മനസ്സിനെ പരിശുദ്ധമാക്കുന്നതാണ് ഈ ശ്ലോകം എന്നൊക്കെ അതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നു. ഇതും നിരന്തര അഭ്യാസത്തിന് പറ്റിയ ഒരു പ്രാർത്ഥനാ ശ്ലോകങ്ങളിൽ ഒന്നാണ്. സമയമായതുകൊണ്ട് ഈ ശ്ലോകത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ ശിവാകാര നിജമഞ്ച വിലസിതേ ചിദാനന്ദമുദിതേ ശരണ്യേ ചിദാനന്ദമുദിതേ ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം നിജസായുജ്യപദൈകവിതരണാം നിഖിലദുഃഖതരണാം ഐഹിക നിഖിലദുഃഖതരണാം ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ സമകര നിപാത ഹിമകര സമാനദൃശാ സ്നപയ കൃപയാ മാമപി ദൃശാ സ്നപയ കൃപയാ അനേന ധന്യമിമം മന്യേ ധരണിധര സുകന്യേ തവ സ്തന്യമധുരാസ്വാദന സുഖ നിരസ്താന്യവിഷയം കുരു മാം നിരസ്താന്യവിഷയം ത്വദീയമപി വചനം ഗദതോ മദീയമിവ വചനം സ്വകീയസലിലൈഃ സാഗരതർപ്പണസമം ജനനി വിദിതം സകലം സമം ജനനി വിദിതം ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ.